മുട്ടുവേദന ഉണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. മുട്ട് തന്നെ ആയിരിക്കണമെന്നില്ല ആ മുട്ടുവേദനയുടെ കാരണം. അത് നമ്മുടെ കാലോ അല്ലെങ്കിൽ നമ്മുടെ ഹിപ്സോ ആകാം. 2-3 നല്ല മുട്ടിനുള്ള എക്സസൈസുകൾ ഞാനിവിടെ കാണിക്കാം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് പഠിക്കണം. അത് നമ്മുടെ ബാലൻസിന് നല്ലതാണ്, അതുമല്ല നമ്മുടെ ഹിപ്പിനും നല്ലതാണ്. കാരണം നമ്മൾ മുട്ട് അകത്തോട്ട് കേവിൻ ചെയ്യുമ്പോഴാണ് സാറിന് ഈ വേദനയൊക്കെ വരാനുള്ള കാരണം. അപ്പോൾ ഒറ്റക്കാലിൽ നിന്ന് പഠിക്കുക, എക്സസൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബാൻഡോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ മുട്ടിന് ചുറ്റും കെട്ടിക്കൊണ്ട് സ്ക്വാറ്റ് ചെയ്യുന്നതും ലഞ്ച് ചെയ്യുന്നതും വളരെ നല്ല എക്സസൈസുകളാണ്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിനെ ആ അലൈൻമെൻറ്റ് കീപ്പ് ചെയ്യുക, താഴോട്ട് പോവാതെ സമ്മതിക്കുക. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ എക്സസൈസ്. കാരണം മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിത് ഓർത്തിരിക്കേണ്ട കാര്യം, മുട്ടുവേദന ഉണ്ടെന്ന് പറയുന്നത് മുട്ടിന് തന്നെ ആവണമെന്നില്ല പ്രോബ്ലം. ആ പ്രോബ്ലം ഹിപ്പിനോ അല്ലെങ്കിൽ കാലിനോ ആവാം. അതുകൊണ്ട് നമ്മൾ ആ ഹിപ്പിനെയും കാലിനെയും അഡ്രസ്സ് ചെയ്യണം. ഈ 2 ഏരിയാസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മുട്ടിന് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ബോണോ വല്ല ആണെങ്കിൽ അകത്തെ ആ കാർട്ടിലേജ് അവിടെ ഇല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഹിപ്പിനെ സ്ട്രോങ് ആക്കുന്നതും കാലിനെ സ്ട്രോങ് ആക്കുന്നത്. നമ്മൾ മുട്ട് ഹീലാവുന്നത് നടക്കുമ്പോഴും ആ കംപ്രഷൻ ഇങ്ങനെ അമ്മക്ക് വരുമ്പോഴേ അത് ഹീലാകത്തുള്ളൂ. എന്നാലേ അതിനകത്ത് ചോരയും ന്യൂട്രിയൻസും അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ എന്നാലും നടക്കുക, നമ്മൾ എന്നാലും എക്സസൈസുകൾ ചെയ്യുക, എന്നിട്ട് ആ താഴെയും മണ്ടയും സ്ട്രോങ് ആക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2-3 എക്സസൈസുകൾ കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും. ഇത് ആഴ്ചയിൽ 2 വട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അത് മുട്ടിന് വേദന കുറയുവാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഓരോ ഓൾട്ടർനേറ്റീവ്സ് നോക്കുക. നമ്മൾ മരുന്ന് കഴിക്കണം, മരുന്ന് ഇമ്പോർട്ടൻ്റാണ്. പക്ഷേ എത്രത്തോളം മരുന്നില്ലാതെ ആ വേദനയെ ഹെൽപ്പ് ചെയ്യാവോ അത്രത്തോളം നല്ലത്.